പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 57-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അർക്കേന്ദു താരഗണമഖേട സഞ്ചയവും അക്കേകി വാഹന ഭവാൻ ദിക്കേ ദിഗന്ധരമതൊക്കെ അതും ശ്വസന ഭുക്കേവമുള്ള ഗണവും ഒക്കെ ഭവാൻ കവികളക്കെ സരിക്കരികളഖേജരങ്ങളുമഹു തൽക്കേവല പളനി ദിക്കേകനാഥ ഇവയൊക്കെ ഭവാനയി ദൃഢം. അർക്കേന്ദു താരഗണമഖേട സഞ്ചയവും അക്കേകി വാഹന ഭവാൻ ദിക്കേ ദിഗന്ധരമതൊക്കെ അതും ശ്വസന ഭുക്കേവമുള്ള ഗണവും ഒക്കെ ഭവാൻ കവികളക്കെ സരിക്കരികളഖേജരങ്ങളുമഹു തൽക്കേവല പളനി ദിക്കേകനാഥ ഇവയൊക്കെ ഭവാനയി ദൃഢം. ഇതാണ് ശ്ലോകം. ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. അർക്കേന്ദു താരഗണം, സൂര്യനും ചന്ദ്രനും നക്ഷത്രജാലങ്ങളും, അഖേട സഞ്ചയവും ആ ഗ്രഹ സമൂഹങ്ങളും. വിശ്വാകാശത്തിൽ അനേക കോടി ഗ്രഹങ്ങളുണ്ട്, ജ്യോതിർഗോളങ്ങൾ കൂടാതെ തന്നെ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ധാരാളം ഗ്രഹങ്ങൾ, ഭൂമി ഉൾപ്പെടെയുള്ളവ. അവയും അക്കേകി വാഹന ഭവാൻ, ആ മയിലിനെ വാഹനമാക്കിയിട്ടുള്ള ഭവാൻ തന്നെയാണ്, മയിൽ വാഹനനായ ഭവാൻ തന്നെയാണ് ഇവയെല്ലാം. ദിക്കേ ദിഗന്ധരം അതൊക്കെ അതും, ദിക്കുകളും ദിഗന്ധരങ്ങളും അതുപോലെയുള്ള സർവ്വതും. ശ്വസനഭുക് ഏവമുള്ള ഗണങ്ങളും. ശ്വസനഭുക്ക് എന്ന് പറഞ്ഞാൽ വായു ഭക്ഷകൻ എന്നാണ്. വായുവിനെ ഭക്ഷിച്ച് ജീവിക്കുന്നത് പാമ്പാണ്. പാമ്പ് എപ്പോഴും വായു ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് പറയപ്പെടുന്നത്. ശ്വസനഭുക്ക് എന്ന് പറയുന്നത് പാമ്പിൻ്റെ പര്യായമാണ്. അതുപോലെയുള്ള ജീവികളും ഒക്കെ ഭവാൻ, എല്ലാം ഭവാൻ തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം അറിവിൻ്റെ രൂപത്തിൽ വ്യവച്ഛേദിക്കപ്പെടുന്നവയാണ് ഇവയെല്ലാം. അപ്പോൾ ഇതിന്നത് എന്ന തരത്തിൽ ഓരോന്നിനെയും വ്യവച്ഛേദിച്ചറിയുന്നത് അറിവിൻ്റെ സഹായത്തോടു കൂടിയാണ്. സുബ്രഹ്മണ്യനെ ഏകവും അഖണ്ഡവുമായ അറിവായി ഭാവന ചെയ്യുമ്പോൾ ആ സുബ്രഹ്മണ്യൻ്റെ സഹായമില്ലാതല്ലേ സുബ്രഹ്മണ്യൻ അറിവായി വർത്തിക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യ പ്രഭാവത്താൽ തന്നെയാണ് ഈ ലോകത്തുള്ള സർവത്തെയും നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. ഒക്കെ ഭവാൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഭവാൻ തന്നെയാണ്. കവികൾ, അക്കേസരി കരികൾ, അഖേജരങ്ങളും അഹോ. കവികൾ എന്ന് പറഞ്ഞാൽ കുരങ്ങുകൾ തന്നെ വ്യത്യസ്തങ്ങളായ കുരങ്ങുകളുണ്ട്. അക്കേസരി, കേസരി എന്ന് പറഞ്ഞാൽ സിംഹം. അക്കരികൾ ആനകൾ. അഖേജരങ്ങളും പക്ഷികളും. അഹോ അത്ഭുതം തന്നെ. ഇവയൊക്കെ ഈ പറഞ്ഞവയെല്ലാം തൽക്കേവല പളനിക്കേകനാഥ ഭവാൻ ഐ ദൃഢം. കേവലമായ ആ പളനിക്ക് ഏകനാഥനായ ഭഗവാനെ നീ തന്നെയാണ്. ഇവിടെ കേവലമായ പളനി എന്ന് പറയാൻ കാരണം ഈ വിശ്വാകാശസ്ഥിതങ്ങളാലെ വിശ്വപ്രപഞ്ചത്തിലുള്ള സർവ്വതും പളനി എന്ന ആ ഒരു പ്രതീകദേശത്തെ ഇവയുടെ എല്ലാം പ്രതീകമായി ഭാവന ചെയ്തിരിക്കുകയാണ്. പളനി ഇപ്പറഞ്ഞതിനെ എല്ലാം പ്രതീകവൽക്കരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കേവലമായ പളനി എന്ന് പറഞ്ഞാൽ
ഒരേ ഒരു പളനിയായി ഇക്കാണായ പ്രപഞ്ചത്തിലുള്ള സർവത്തെയും ഭാവന ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വിശ്വപ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രതീകമായിട്ടാണ് പളനിയെ ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പളനിയുടെ നാഥനായി, ഏകനാഥൻ എന്ന് പറയുമ്പോൾ ഒരേ ഒരു നാഥൻ, അങ്ങനെ സുബ്രഹ്മണ്യനെ ഭാവന ചെയ്യുമ്പോൾ അത് പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മത്തിൻ്റെ തന്നെ വിവർത്തങ്ങളാണ് ഈ കാണായ സർവ്വതും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. അവിടെ അദ്വൈതമാണ് ഗുരു സമർത്ഥിച്ചിരിക്കുന്നത്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സൂര്യചന്ദ്രന്മാരും നക്ഷത്രജാലങ്ങളും ഗ്രഹസമൂഹങ്ങളും ദിക്കുകളും ദിഗന്ധരങ്ങളും അതുപോലെയുള്ള സർവ്വതും മയിൽവാഹനനായി ഭാവം പകർന്നാടുന്ന ജ്ഞാനമൂർത്തിയായ സുബ്രഹ്മണ്യൻ്റെ ഭാവപ്പകർച്ചകളാകുന്നു. പാമ്പുകളും സിംഹങ്ങളും ആനകളും കുരങ്ങുകളും പക്ഷികളും എന്ന് മാത്രമല്ല, സർവ്വജീവജാലങ്ങളും കേവലമായ പളനിക്ക് ഏകനാഥനായിരിക്കുന്ന ഭഗവാനെ നീ തന്നെയാകുന്നു. മുൻ ശ്ലോകത്തിൽ ദേവഗണത്തിൽപ്പെട്ട സകലരെയും ജ്ഞാനസ്വരൂപനായ പളനിവാസൻ്റെ പകർന്നാട്ടങ്ങളായി ചിത്രീകരിച്ചു. ഈ ശ്ലോകത്തിൽ ജ്യോതിർഗോളങ്ങൾ മുതൽ ജീവജാലങ്ങൾ വരെയുള്ള സർവ്വതിനെയും സുബ്രഹ്മണ്യൻ്റെ പകർന്നാട്ടങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു. വിശ്വസ്ഥിതങ്ങളായ സർവ്വതിൻ്റെയും ഉള്ളിലെ ശക്തി ചൈതന്യം ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ തന്നെയാകുന്നു എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. അറിവാണ് പലതായി വിരാജിക്കുന്ന പ്രാപഞ്ചിക വൈജാത്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ഏക മാനദണ്ഡം. പളനിയെ ജ്ഞാനഭൂമികയായും പളനിവാസനായ സുബ്രഹ്മണ്യനെ ഏകമായ പരമ്പൊരുളായും ഭാവന ചെയ്തുകൊണ്ട് വിശ്വസ്ഥിതങ്ങളായ സർവ്വതിൻ്റെയും പൊരുളകത്തെ സുബ്രഹ്മണ്യനിൽ ആരോപിച്ച് ഭാവന ചെയ്തുകൊണ്ട് അതിനെ സുബ്രഹ്മണ്യ തത്വത്തെ സാക്ഷാത്കരിക്കുന്ന പ്രായോഗിക അദ്വൈതോപാസനയാണ് ഗുരു ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഗുരുകൃതമായ ജനനി നവരത്ന മഞ്ജരിയിലും ഇതേ ജ്ഞാനസാക്ഷാത്കാര മാതൃക ഗുരു അവതരിപ്പിച്ചിട്ടുണ്ട്. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗഖഗം താനായതും ധരനദീ നാരിയും നരനുമാ നാഗവും നരകവും നീ. നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമി ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എന്നാണ് ജനനി നവരത്ന മഞ്ജരിയിൽ ഇതേ ആശയം ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രായോഗിക അദ്വൈത സാക്ഷാത്കാര സാധനയിൽ അഭിരമിക്കുന്ന യോഗീശ്വരനായ ഒരു കവിക്ക് മാത്രമേ ഇത്തരം രചനകൾ നടത്താൻ സാധിക്കൂ. ഗുരുമനസ്സിൻ്റെ ഭാവതലങ്ങളിലേക്ക് കടന്നു കയറി പഠനം നടത്തിയാലേ ഗുരുവിൻ്റെ ഇത്തരം രചനകളിലെ ഗരിമ ചോർന്നു പോകാതെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് സാധ്യതമായി തീരണമെങ്കിൽ നിരന്തരമായ അനുശീലനം ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.